എന്താണ് ഉപനയനം? കുമാര, 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 കുമാര. കുമാരനെ ഞാൻ ഇവിടെല്ലാം തിരക്കി. എവിടെയായിരുന്നു കുമാരൻ? അവരൊക്കെ ഉപനയനം എന്ന് പറയുന്നു. എന്താണ് മദനിക്ക് ഉപനയനം? അത് പറയാനാണ് മദനിക കുമാരനെ അന്വേഷിച്ചത്. ഉപനയനം എന്താ ഒരു ചീത്ത കാര്യമാണോ? അത് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാണല്ലോ. വരൂ കുമാര. ഉപനയനം ഒരു നല്ല കാര്യമാണ് കുമാര. പക്ഷേ ഇവിടെ കുമാരന്റെ കാര്യത്തിൽ അത് ചില ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവിടെ എല്ലാരും വിചാരിക്കുന്നു. അതാണ് എല്ലാവർക്കും സങ്കടം. എന്ത് ദോഷം? പറയാം. കുമാരന്റെ ജന്മം ജലദേവനായ വരുണ ഭഗവാന്റെ വരദാനത്തിന്റെ ഫലമാണ്. അന്ന് ഹരിചന്ദ്ര മഹാരാജാവിന് ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ട് വരുണദേവൻ തിരികെ ഒരു വരം ആവശ്യപ്പെട്ടു. എന്താണ് വരുണദേവൻ ആവശ്യപ്പെട്ടത്? കുമാരൻ ജനിച്ചു കഴിയുമ്പോൾ മഹാരാജാവ് യാഗം നടത്തണമെന്നും ആ യാഗത്തിൽ യാഗധേനുവിന് പകരം കുമാരനെ ബലി നൽകണമെന്നുമാണ് വരുണദേവൻ ആവശ്യപ്പെട്ടത്. ബലി നൽകുകയെന്ന് പറഞ്ഞാൽ കൊല്ലുകയെന്നല്ലേ? അതേ കുമാര. ദേവപ്രീതിക്കായി കുമാരനെ കൊല്ലണമെന്ന് തന്നെയാണ് വരുണദേവൻ ആവശ്യപ്പെട്ടത്. കുമാരന്റെ ഉപനയനം കഴിഞ്ഞാലുടൻ തന്നെ യാഗം നടത്തി കുമാരനെ ബലി നൽകിക്കൊള്ളാമെന്ന് മഹാരാജാവ് വരുണദേവന് വാക്കു കൊടുത്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഉപനയനത്തെക്കുറിച്ച് പറയുമ്പോൾ കൊട്ടാരത്തിലുള്ളവർ സങ്കടപ്പെടുന്നത്. അപ്പോൾ നാളെ കഴിഞ്ഞാൽ പിതാവിനെ ബലി നൽകുമെന്നാണോ മദനിക പറയുന്നത്? മഹാരാജാവ് നിസ്സഹായനാണ് കുമാര. അത് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായേക്കും. വരുണദേവൻ അത്രയ്ക്ക് ശാഠ്യം പിടിച്ചിട്ടുണ്ട്. കുമാരൻ ഭയപ്പെടരുത്. കുമാരൻ ഒരു ആപത്തും വരാതിരിക്കാൻ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുമാരൻ മദനിക പറയുന്ന പോലെല്ലാം ചെയ്യണം. മദനിക എന്താണ് പറയാൻ പോകുന്നത്? കേൾക്കൂ, പറയാം. ഈ രാത്രി പുലരുമ്പോൾ കുമാരന്റെ ഉപനയനം നടക്കും. അത് നടന്നുകൂടാ. അതെങ്ങനെ നടക്കാതിരിക്കും? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുകയല്ലേ? അതെ, എല്ലാ ഒരുക്കവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊരുക്കം ഉണ്ടായാലും കുമാരനില്ലെങ്കിൽ അതെങ്ങനെ നടക്കും? ഞാനുണ്ടല്ലോ മദനികെ, പിന്നെന്താ? അതെ, ഇപ്പോൾ കുമാരനുണ്ട്. പക്ഷേ നാളെ കുമാരനുണ്ടാവരുത്. നാളെ കുമാരന്റെ ഉപനയനം നടക്കരുത്. കുമാരൻ ഈ രാത്രി തന്നെ കൊട്ടാരം വിട്ടു പോണം. അപ്പോൾ പിതാവ് എന്ത് വിചാരിക്കും? മാതാവ് എങ്ങനെ അത് സഹിക്കും? കുമാരൻ കൊട്ടാരം വിട്ടു പോകുന്നത് അവർക്ക് സഹിക്കാനാവും. എന്നാൽ അതിനപ്പുറം സഹിക്കാൻ അവർക്കാവില്ല. ഈ ഞങ്ങൾക്കും അതിനാവില്ല കുമാര. ചിന്തിക്കാൻ നേരമില്ല കുമാര. വരൂ, ഞാൻ വഴി കാണിക്കാം. ഇപ്പൊ തന്നെ പുറപ്പെടുക. വരൂ കുമാര, വേഗം.
മഹാരാജാവേ, മഹാരാജൻ ഇന്നലെ രാത്രി മുതൽ രോഹിതാശുവിനെ കാണുന്നില്ല. കുമാരനെ കാണുന്നില്ലെന്നോ? ഓ, എവിടെ പോകാൻ? കൊട്ടാരത്തിൽ എവിടെയെങ്കിലും കാണും. സേവകരോട് പറയൂ നന്നായി തിരയാൻ. ഇല്ല മഹാരാജൻ, കുമാരൻ കൊട്ടാരത്തിൽ എങ്ങുമില്ല. ഉപനയനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന ഈ സമയത്ത് കുമാരനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉപനയനം മുടങ്ങുമല്ലേ? ആ, അത് മുടങ്ങിക്കോട്ടെ. അത് മുടങ്ങിക്കോട്ടെ എന്നോ? അതേ ദേവി, ഇപ്പോൾ അത് മുടങ്ങുന്നതാണ് നല്ലത്. കുമാരനെ കാണുന്നില്ലെങ്കിൽ ദേവി ഏറെയൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. മനസ്സിലാകുന്നുണ്ട് മഹാരാജൻ. പക്ഷേ കുമാരനെ അന്വേഷിക്കണ്ടേ? വേണം. അതിനുള്ള കൽപ്പന നൽകുന്നതാണ്. രാജസേവകർ ഉണ്ണിയെ കണ്ടുപിടിച്ചോളും. കുമാരനെ കാണാതായതിൽ ആശങ്ക വേണ്ട. എല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചോളൂ. ആശ്വാസത്തോടെ ഇരുന്നോളൂ. മഹാമന്ത്രി, കുമാരൻ രോഹിതാശ്വൻ രാത്രി കൊട്ടാരം വിട്ടുപോയ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ? അറിഞ്ഞു മഹാരാജൻ. എങ്കിലും അന്വേഷിക്കാനുള്ള കൽപ്പന കൊടുത്തിട്ടില്ല. അങ്ങയുടെ ഹിതമറിഞ്ഞ് മാത്രം അതാകാമെന്ന് നിശ്ചയിച്ചു. നന്നായി. അന്വേഷിച്ചുകൊള്ളൂ. കുമാരൻ എവിടെയുണ്ടെന്നും എങ്ങനെ കഴിയുന്നെന്നും അറിയണം. പ്രയാസങ്ങളുണ്ടെങ്കിൽ സഹായിക്കണം. കൂട്ടിക്കൊണ്ടുവരികയോ അകമ്പടി സേവിക്കുകയോ ചെയ്യേണ്ടതില്ല. കൽപ്പന പോലെ മഹാരാജൻ. പോകൂ. ഭടന്മാരെ നിയോഗിച്ച് വേണ്ടത് ചെയ്യൂ. ഹരിചന്ദ്ര, സൂര്യവംശ രാജാക്കന്മാർ വാക്കുപാലിക്കുന്നതിൽ അമാന്തമില്ലാത്തവരാണെന്നാണ് നാം കേട്ടിരിക്കുന്നത്. താങ്കൾ ആ ഖ്യാതിക്ക് കളങ്കം ചാർത്തിയിരിക്കുകയാണ്. വരുണദേവ, അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കുമാരന് ഇന്ന് ഉപനയനം നിശ്ചയിച്ചിരുന്നതാണ്. ഉപനയനം കഴിഞ്ഞാൽ ഉടൻ തന്നെ യാഗമുഹൂർത്തം നിശ്ചയിച്ച് യാഗധേനുവായി കുമാരനെ യൂപത്തിൽ ബന്ധിച്ച് ബലി നൽകാമെന്ന് ഉറപ്പിച്ചതായിരുന്നു ഞാൻ. പക്ഷേ വരുണദേവ, അങ്ങ് പൊറുക്കണം. കഴിഞ്ഞ രാത്രി പുത്രൻ രോഹിതൻ കൊട്ടാരം വിട്ട് ഒളിച്ചോടിപ്പോയി. കുമാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആൾക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു. അവർ കുമാരനെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ഉപനയനം കഴിച്ച് യാഗം ആരംഭിക്കുന്നതായിരിക്കും വരുണദേവ. ഹരിചന്ദ്ര, താങ്കളുടെ ധർമ്മബോധവും സത്യദീക്ഷയും എങ്ങോ പോയി ഒളിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ താങ്കൾ എന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഞാൻ ഒരേ ആവശ്യം ഉന്നയിച്ച് ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി ഇറങ്ങുന്നു. വാക്കുകൾ, വാഗ്ദാനങ്ങൾ, അവധികൾ, ഇത് മാത്രമാണുള്ളത്. സംഭവിക്കേണ്ടത് മാത്രം സംഭവിക്കുന്നില്ല. യാഗവും ബലിയും നടക്കുന്നില്ല. വരുണദേവ, അങ്ങ് കോപിക്കരുത്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ്. അവനെ വധിച്ച് ബലി നൽകുക എന്നത് ചിന്തകൾക്കും അപ്പുറത്തുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും ഞാനതിന് സന്നദ്ധനാണ്. അല്പം സമയം കൂടി.
അത് മാത്രം അങ്ങ് അനുവദിക്കണം. കുമാരനെ കണ്ടെത്തി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ യാഗം ആരംഭിക്കുന്നതാണ് ദേവ. ഇല്ല ഇല്ല ഹരിചന്ദ്ര, ഇനി താങ്കൾക്ക് അവധി നൽകാനാവില്ല. വാക്കുപാലിക്കാത്ത ഈ രാജാവിനെ ഞാനിതാ ശപിക്കുന്നു. ഹരിചന്ദ്ര, ജലോദരം എന്ന മഹാവ്യാധിയാൽ നീ പീഡിതനാകട്ടെ. വയറു വീർത്ത് ശാരീരിക അസ്വസ്ഥതകൾ ബാധിച്ച് നീ രോഗപീഡിതനാവട്ടെ. പുത്രനെ ബലി നൽകി ഈ യാഗം നടത്തുന്നതുവരെയും നിന്നെ ഈ രോഗപീഠ അലട്ടിക്കൊണ്ടിരിക്കും. ദേവ, അരുതേ, ശാപമരുതേ. അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ദേവ. ഏത് വിധത്തിലായാലും ഞാൻ യാഗം നടത്താം, പുത്രന് ബലിയും നൽകാം. എന്നോട് കരുണ കാട്ടണേ വരുണദേവ. എനിക്ക് അങ്ങയുടെ കരുണയേ ഉള്ളൂ. വാക്കുപാലിക്കൂ, പുത്രനെ ബലി നൽകൂ, രോഗം മാറിക്കോളും. പുത്രശോകത്തിന്റെ കടലിലും കടൽ ദേവന്റെ മധ്യത്തിലുമാണ് ഞാൻ. കടൽ ദേവന്റെ വരുണദേവന്റെ ഹിതം അനുസരിച്ചില്ലെങ്കിൽ നിത്യരോഗപീഠ, അതനുഷ്ഠിച്ചാലാകട്ടെ തീരാ മനപ്പീഡ. എന്ത് ചെയ്യണം ദേവി? രോഗപീഠയാണോ മനപ്പീഡയാണോ? എന്താണ് ഞാൻ സ്വീകരിക്കേണ്ടത്? രണ്ടും എനിക്ക് ഒരുപോലെ വേദനയാണ് പ്രഭു. ഇക്കാര്യത്തിൽ ഒരു അന്ത്യവിധി പറയാൻ ഞാൻ അശക്തയാണ്. എന്തായാലും നമ്മളൊരു തീരുമാനം എടുത്തേ തീരൂ. ഈ രോഗപീഠയുമായി ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. എന്നാൽ സ്വന്തം പുത്രനെ ബലി നൽകി ജീവിതം നിലനിർത്താൻ ശ്രമിക്കുന്നത് അതിലേറെ പീഡനമാണ്. ഏതു മാർഗം സ്വീകരിക്കണമെന്ന് ഒരു നിശ്ചയവുമില്ല. വരുണദേവനോട് ഒന്നുകൂടി അപേക്ഷിച്ചുകൂടെ? അദ്ദേഹം കരുണ കാണിക്കാതിരിക്കുമോ? അദ്ദേഹം ഇനി നമ്മോട് കരുണ കാണിച്ചെന്ന് വരില്ല ദേവി. എത്ര തവണയാണ് നമ്മൾ അവധി പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചത്. സഹി കെട്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു ശാപം നൽകാൻ മുതിർന്നത്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിൽ നിന്നൊരു കരുണ പ്രതീക്ഷിക്കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും പ്രഭു? ചെയ്യാനൊന്നുണ്ട്. വസിഷ്ഠ മഹർഷി അറിയിച്ചില്ലേ നമ്മുടെ ഈ രോഗപീഠ? അറിയിക്കാൻ ആളെ അയച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം വരട്ടെ. ഈ ധർമ്മസങ്കടത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിനെ കഴിയൂ. എന്തായാലും രോഹിതാശ്വന് ബലി കൊടുത്തുകൊണ്ട് ഹരിചന്ദ്രൻ രോഗമുക്തി നേടുന്ന പ്രശ്നമില്ല. ഇനിയെല്ലാം രാജഗുരു നിശ്ചയിക്കട്ടെ. കുട്ടി, കുട്ടി എവിടെന്നാ? എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഞാൻ കുറച്ച് അകലേന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരുന്നു പോയതാ. ഞാനും കുറച്ച് അകലെയാ. അയോധ്യയോളം പോയി. പോയപ്പോഴല്ലേ വിശേഷം? എന്ത് വിശേഷം? വിശേഷം തന്നെ വിശേഷം. കൊട്ടാരത്തിലാണെന്ന് മാത്രം. കൊട്ടാരത്തിൽ എന്ത് വിശേഷം? ഒന്നാമത്തെ വിശേഷം രാജകുമാരൻ തന്നെ. ഉപനയനം നിശ്ചയിച്ചിരുന്ന രാജകുമാരൻ ഉപനയനത്തിന്റെ തലേ ദിവസം കൊട്ടാരം വിട്ടു പോയി. കഴിഞ്ഞില്ല. കുമാരൻ പോയതിന്റെ അടുത്ത ദിവസം ഹരിചന്ദ്ര മഹാരാജാവിന് ജലോദരമെന്ന മഹാവേദി പിടിപെട്ടത്രേ. മഹാവേദി പിടിപെട്ടെന്നോ? എങ്ങനെ?
കുമാരൻ പോയതിന്റെ ആദി കൊണ്ടാണെന്നൊരു വർത്തമാനമുണ്ട്, അല്ലാതെ ഒരു വർത്തമാനമുണ്ട്. എന്ത് വർത്തമാനം? രാജകുമാരന് ബലി കൊടുത്ത് യാഗം നടത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെന്നോ, രാജാവ് അത് ലംഘിച്ചെന്നോ, അതിൽ കോപിഷ്ഠനായ വരുണദേവൻ രാജാവിനെ ശപിച്ച് രോഗിയാക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. കുട്ടി, കുട്ടി, ഒന്നവിടെ നിൽക്കൂ. രോഹിതാശ്വ, നിർണായക മുഹൂർത്തങ്ങളിൽ ഒരാൾ ആത്മരക്ഷാർത്ഥം ചെയ്യുന്ന കർമ്മം ചിലപ്പോൾ മറ്റൊരാൾക്ക് ദോഷകരമായി ഭവിച്ചേക്കാം. അത് നന്മയല്ല. ഉറുമ്പിന് പോലും പീഡ വരുത്താതെയുള്ള ജീവിതമാണ് ശ്രേഷ്ഠമായത്.